ഇപ്പോൾ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ മുൻ PSC ചെയർമാൻ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ കെ എസ് രാധാകൃഷ്ണൻ, ഇന്നലെ നടന്ന എറണാകുളം മലപ്പുറം ജില്ലകളിലേക്കുള്ള LD ക്ലർക്ക് പരീക്ഷയുടെ ചോദ്യപേപ്പർ ഒരു ദിവസം മുമ്പ് PSCയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. എന്താണ് ഇത്തരത്തിൽ ഒരു ചോദ്യപേപ്പർ പ്രത്യക്ഷപ്പെടാൻ കാരണമെന്ന് താങ്കൾക്ക് തോന്നുന്നത്? പബ്ലിക് സർവീസ് കമ്മീഷന്റെ പരീക്ഷ നടത്തിപ്പ് സംബന്ധിച്ച് ചില കാര്യങ്ങൾ പൊതുജനങ്ങൾ അറിയേണ്ടതുണ്ട്. അത് പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാല്, ഈ ചോദ്യ പേപ്പർ പ്രിന്റ് ചെയ്ത് ഉദ്യോഗാർത്ഥികൾക്ക് എത്തുന്നത് വരെയുള്ള പ്രോസസ്സാണ്. അത് ഞാൻ ചുരുക്കി പറയാം. ഒന്ന്, ചോദ്യക്കടലാസ് നിർമ്മിക്കുന്നതിനുള്ള വിദഗ്ധ സമിതിയുടെ പാനല് നൽകുന്ന ചുമതലയാണ് ചെയർമാനുള്ളത്. ആ പാനല് കൊടുക്കുക എന്ന് പറഞ്ഞാല് 100 ചോദ്യങ്ങളുണ്ടെങ്കിൽ 10 എണ്ണം വീതമുള്ള മോഡ്യൂൾസ് ആയിട്ടാണ് അത് കൊടുക്കുക. ആ 10 എണ്ണത്തിന്റെ അപ്പൊ സ്വാഭാവികമായിട്ടും 10 പേര് തയ്യാറാക്കുന്ന ചോദ്യങ്ങളാണ് ഒരു ചോദ്യവുമായിട്ട് വരിക. അതിന് ആവശ്യത്തിലധികം പേരുടെ പേര് വിവരം അടങ്ങുന്ന പാനലാണ് സമർപ്പിക്കുക. ഈ പാനലിൽ നിന്ന് ആര് വേണം എന്ന് തീരുമാനിക്കുന്നത് കൺട്രോളർ ഓഫ് എക്സാമിനേഷൻ ആണ്. കൺട്രോളർ ഓഫ് എക്സാമിനേഷൻ ഈ പാനലിൽ നിന്ന് വ്യക്തികളെ തെരഞ്ഞെടുത്തിട്ട് അവർക്ക് വളരെ രഹസ്യമായി കത്തുകൾ അയക്കുകയാണ് പതിവ്. ഈ ഓരോ ചോദ്യകർത്താവും ചെയ്യേണ്ടത് ഈ 10 എണ്ണം വീതമുള്ള 10 സെറ്റ് ചോദ്യങ്ങൾ ഉണ്ടാക്കണം. ആ ചോദ്യവും അതിന്റെ ഉത്തരവും ഓരോ മോഡ്യൂളായി എടുത്തതിന് ശേഷം, ഈ 10 സെറ്റ് എടുത്തതിന് ശേഷം 10 കവറിലാക്കി അത് സീല് ചെയ്ത്, അതിനുശേഷം അത് മറ്റൊരു കവറിലാക്കി അത് സീല് ചെയ്തിട്ട് വേണം PSCയിലേക്ക് എത്തിച്ചു കൊടുക്കാൻ. ഇങ്ങനെ ലഭിക്കുന്ന ചോദ്യങ്ങൾ നമ്പർ ഇട്ട് PSCയിൽ സൂക്ഷിക്കും. ഇതിൽ നിന്ന് ഏത് ചോദ്യങ്ങളാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്ന കാര്യം നറുക്കെടുപ്പിലൂടെയാണ് തീരുമാനിക്കുന്നത്. ആ നറുക്കെടുക്കുന്നതാകട്ടെ സെക്രട്ടറിയുമാണ്. സെക്രട്ടറിയെ നറുക്കെടുത്ത് കൊടുത്തതിന് ശേഷം, അപ്പൊ ഒരാളുടേതായിരിക്കില്ല, 10 പേര് ഓരോരുത്തരും തയ്യാറാക്കിയ 10 എണ്ണത്തിൽ നിന്ന് ഓരോന്ന് വീതം എടുത്ത് 100 ചോദ്യങ്ങൾ ഉണ്ടാക്കി ഇതെല്ലാം തന്നെ വീണ്ടും സീൽഡ് കവറിലാക്കി, ഈ സീൽഡ് കവർ വീണ്ടും സീൽഡ് കവറിലാക്കി നേരെ പോകുന്നത് ചോദ്യം അച്ചടിക്കാനുള്ള ഈ സെക്യൂരിറ്റി പ്രസ്സിലാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ചോദ്യക്കടലാസ് ആദ്യം ഉണ്ടാക്കിയ ആള് കഴിഞ്ഞാൽ പിന്നെ ഈ ചോദ്യക്കടലാസ് കാണുന്നത് സെക്യൂരിറ്റി പ്രസ്സുകാരാണ്. സെക്യൂരിറ്റി പ്രസ്സുകാര് ഇതെടുത്തതിന് ശേഷം ആ ടെസ്റ്റ് ബുക്ക്ലെറ്റ് അച്ചടിച്ചിട്ട് ഓരോ ടെസ്റ്റ് ബുക്ക്ലെറ്റും സീല് ചെയ്ത് 20 എണ്ണം വീതമുള്ള കവറിലാക്കി ആ കവർ സീൽ ചെയ്ത് അത്തരത്തിലുള്ള 5 കവറുകളാക്കിയിട്ട് 100 എണ്ണം വീതമുള്ള സീൽഡ് കവറുകളാണ് വരിക. ഈ കവറുകൾ നേരെ പോകുന്നത് അതാത് പരീക്ഷാ കേന്ദ്രങ്ങളിലേക്കാണ്. പരീക്ഷാ കേന്ദ്രങ്ങളിൽ ഒന്നുകിൽ പ്രിൻസിപ്പല് അല്ലെങ്കിൽ ഹെഡ് മാസ്റ്റർ അവരായിരിക്കും പരീക്ഷയുടെ സൂപ്രണ്ട്. അവര് ഇതെടുത്ത് സൂക്ഷിച്ചു വെക്കുകയും പിന്നീട് ഈ കവറ് പരീക്ഷാ ഹാളിൽ ഉദ്യോഗാർത്ഥികളുടെ മുമ്പിൽ വെച്ച് പൊട്ടിച്ചതിന് ശേഷം ആ കവറിന്റെ പുറത്ത് അവരെ കൊണ്ട് ഒപ്പിടിപ്പിച്ച് വാങ്ങിച്ചിട്ടാണ് ടെക്സ്റ്റ് ബുക്ക്ലെറ്റ് കൊടുക്കുക. ഇതാണ് ഇതിന്റെ പ്രോസസ്സ്. ശ്രീ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ, ഒരു നിമിഷം ഇടപെട്ടുകൊണ്ട് ചോദിക്കുന്നു, താങ്കൾ പറയുന്ന രീതിയിലാണ് PSC പരീക്ഷയുടെ ചോദ്യപേപ്പർ എത്തുന്നതെങ്കിൽ ബുക്ക്ലെറ്റ് നമ്പർ 133/2024 M എന്ന നമ്പറിലുള്ള 100 ചോദ്യങ്ങൾ അടങ്ങിയ ചോദ്യപേപ്പർ എങ്ങനെ പരീക്ഷയ്ക്ക് മുമ്പ് ഈ സൈറ്റിൽ എത്തി, PSCയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ എത്തി എന്ന ചോദ്യം പ്രസക്തമാവുകയല്ലേ? വളരെ പ്രസക്തമാണ് എന്ന് മാത്രമല്ല, ഗൗരവപൂർവമായ അന്വേഷണം നടത്തേം വേണം. ഈ ചോദ്യം എവിടെന്ന്, ഈ ടെസ്റ്റ് ബുക്ക്ലെറ്റ് എവിടെന്ന് ചോർന്നു എന്ന് കൃത്യമായിട്ട് അറിയണം. അതറിയാനുള്ള മാർഗങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് ചോദ്യപേപ്പർ ചോർന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ചെയ്യാവുന്ന കാര്യം പരീക്ഷ ക്യാൻസൽ ചെയ്യുക, റദ്ദ് ചെയ്യുക എന്നുള്ളതാണ്. പരീക്ഷ റദ്ദ് ചെയ്തതിന് ശേഷം ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തണം.
ആ അന്വേഷണത്തിൽ എവിടെന്താണോ ചോർന്നത് ആ ചോർച്ചയ്ക്ക് കാരണക്കാരെ കണ്ടെത്തിയിട്ട് കർശനമായ നടപടി എടുക്കുകയും വേണം. കാരണം ഈ PSCയുടെ ചോദ്യത്തിന്റെയും PSCയുടെ വിശ്വാസ്യതയുടെയും പ്രധാനപ്പെട്ട പ്രശ്നം ഈ രീതിയിലുള്ള പരീക്ഷാ സമ്പ്രദായം നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അതിന് എതിരായിട്ട് ആര് പ്രവർത്തിക്കുന്നതും നമ്മുടെ സമൂഹത്തിനെതിരെയുള്ള കുറ്റകൃത്യമാണ്. അവരെ വളരെ കർശനമായ ശിക്ഷാ നടപടിക്ക് വിധേയരാക്കേണ്ടി വരും. ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ, പരീക്ഷയ്ക്ക് ശേഷം ഇതിന്റെ ചോദ്യക്കടലാസ് സൈറ്റിൽ വരുന്നത് സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമാണെന്നാണ് നമുക്ക് തോന്നുന്നത്. ഇതിനു മുമ്പും ഇത്തരത്തിൽ ഉണ്ടായേക്കാം. അത് ആരുടെയും കണ്ണിൽ പെടാത്തത് കൊണ്ടായിരിക്കില്ലേ ഒരുപക്ഷെ പുറം ലോകം അറിയാതിരുന്നത്? അല്ല, സാധാരണഗതിയിൽ. കാരണം ഈ പരീക്ഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻവിജിലേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്കൂളിലെ ടീച്ചർ മാത്രമല്ല, അല്ലെങ്കിൽ ഒരു കോളേജിലെ പ്രൊഫസർ മാത്രമല്ല. ആ ഹാളിലുള്ള ഓരോരുത്തരും ഈ ഇതിന്റെ ചോദ്യക്കടലാസ് നോക്കാനും അതിൽ ഏതെങ്കിലും തരത്തിലുള്ള കൃത്രിമം ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് അപ്പോൾ തന്നെ PSCയിൽ റിപ്പോർട്ട് ചെയ്യുക. അത് ഈ പരീക്ഷാർത്ഥികൾ തന്നെയാണത് റിപ്പോർട്ട് ചെയ്യുക. കാരണം ഇത് അവരുടെ ജീവിതമാണല്ലോ. ഇത് ഒരു യൂണിവേഴ്സിറ്റി പരീക്ഷയല്ല. ഇതെന്ന് പറഞ്ഞാല് പോയിന്റില് കഴിഞ്ഞതിന് ശേഷം 0.4 ഡിജിറ്റിന്റെ ഇത് അപ്പുറത്തേക്ക് പോയിട്ടാണ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഓരോ ചോദ്യവും എഴുതുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അവരെല്ലാവരും ഈ കാര്യം വളരെ ഗൗരവപൂർവ്വം ആലോചിച്ചുകൊണ്ടിരിക്കും. അവരാണ് ശരിക്കും ഇൻവിജിലേറ്റേഴ്സ് ആയിട്ട് പ്രവർത്തിക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് എവിടെ നിന്നാണോ ചോർന്നത് കണ്ടെത്താൻ കഴിയും. അതിന് കർശനമായ നടപടി എടുക്കുകയും വേണം. ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ, കേരളത്തിലെ ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ കണ്ണിലെണ്ണയൊഴിച്ച് രാവു പകലാക്കി പഠിക്കുകയാണ് ഈ എൽ ഡി ക്ലർക്ക് ജോലി എന്ന സ്വപ്നവുമായി. ആ ഉദ്യോഗാർത്ഥികളെ വഞ്ചിക്കുന്ന ഒരു സമീപനമല്ലേ ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്? അല്ല, ഇത് സർക്കാരിന്റെ അല്ല. ഇത് PSCയുടെ ചോദ്യക്കടലാസ് എവിടെ നിന്ന് ചോർന്നു എന്ന് കണ്ടെത്തിയിട്ട് എവിടെ നിന്നാണോ ചോർന്നിരിക്കുന്നത് ആ സെന്ററിലുള്ളവർക്കെതിരെ കർശന നടപടി എടുക്കണം. അതേ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി പരീക്ഷ ക്യാൻസൽ ചെയ്യുകയും ചെയ്യാം. ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ, ഇത് PSCയുടെ ഔദ്യോഗിക വെബ്സൈറ്റിലാണ് ഈ ചോദ്യപേപ്പർ പ്രത്യക്ഷപ്പെടുന്നത്. അതാണ് ഇതിന്റെ ഏറ്റവും ഗൗരവമേറിയ കാര്യം. www.keralapsc.gov.in എന്ന ഔദ്യോഗിക വെബ്സൈറ്റിലാണ് ഇത് പരീക്ഷയ്ക്ക് ഒരു ദിവസം മുമ്പ് ഈ ചോദ്യക്കടലാസ് പ്രത്യക്ഷപ്പെടുന്നത്. അപ്പൊ ഒരു കാര്യമുള്ളത്, ആ ഔദ്യോഗിക വെബ്സൈറ്റ് ഏതെങ്കിലും ഹാക്കേഴ്സ് ഹാക്ക് ചെയ്തതിന് ശേഷം എടുത്തതാണോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിശദമായിട്ട് അന്വേഷിക്കേണ്ടതുണ്ട്. കാരണം ഈ പരീക്ഷയുടെ ഈ ചോദ്യക്കടലാസ് PSC ഉദ്യോഗസ്ഥർക്കോ PSCയുടെ ചെയർമാനോ അംഗങ്ങൾക്കോ കൈകാര്യം ചെയ്യാൻ അവസരമില്ല അതിന്റെ ചട്ടം അനുസരിച്ചിട്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇത് എവിടെ നിന്നാണോ പോയേക്കണം അവിടെ നിന്ന് അന്വേഷിക്കണം എന്ന് പറയുന്നത്. പിന്നെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ഇത് എങ്ങനെ വന്നു എന്നുള്ള കാര്യം ഇത് വളരെ ഗൗരവപൂർവ്വം അന്വേഷിക്കേണ്ട ഒന്നാണ്. കാരണം PSCയുടെ നിലനിൽപ്പിനെ തന്നെ അത് ബാധിക്കും എന്നുള്ളത് കൊണ്ടാണ്. അത്തരത്തിൽ എന്തെങ്കിലും ഒരു അട്ടിമറി ഉണ്ടെങ്കിൽ പരീക്ഷ റദ്ദാക്കി വീണ്ടും പരീക്ഷ നടത്തണമെന്നാണ് മുൻ PSC ചെയർമാൻ കൂടിയായ അങ്ങ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത്, അല്ലേ? പിന്നെ തീർച്ചയായിട്ടും. കാരണം ഇങ്ങനെ ചോദ്യപേപ്പർ റിലീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പരീക്ഷ റദ്ദ് ചെയ്യുകയും പുതിയ പരീക്ഷ നടത്തുകയും വേണം. അതൊന്നും PSCക്ക് ഒരു വലിയ പ്രശ്നമല്ല. അത്രയേറെ ചോദ്യക്കടലാസുകൾ ഉണ്ടാകും. പിന്നെ ഇതിന് കുറച്ച് കാലതാമസം വരുമെന്ന് മാത്രമേ ഉള്ളൂ. വേറെ പ്രശ്നമൊന്നുമില്ല അതിനകത്ത്. തീർച്ചയായും വളരെ നന്ദി ശ്രീ കെ എസ് രാധാകൃഷ്ണൻ ഞങ്ങളോട് പ്രതികരിച്ചതിന്.